മുസ്ലിം സമൂഹത്തെ എന്നും ചേർത്തുപിടിച്ച സർക്കാരാണ് മോദി സർക്കാരെന്ന് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥിയായിരുന്ന എം അബ്ദുൽ സലാം മലപ്പുറത്ത് വലിയ മുന്നേറ്റമാണ് കാഴ്ചവെക്കാനായത്. മുസ്ലിം ലീഗ് എൻ.ഡി.എയുടെ ഭാഗമാകണമെന്നും എംപിമാരായി പോകുന്നവർ സാധാരണക്കാരുടെ ആവശ്യങ്ങൾ കൂടി പരിഗണിക്കണം എന്നും അബ്ദുൽ സലാം ആവശ്യപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം എൻ.ഡി.എ സ്ഥാനാർത്ഥിയായിരുന്ന എം അബ്ദുൽ സലാമാണ് നമ്മളോട് കൂടെ ചേരുന്നത്. സാർ, വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റം മലപ്പുറം ജില്ലയിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് പറയാനുള്ളത്? മലപ്പുറത്തെ എൻ.ഡി.എയുടെ ചരിത്രം, BJPയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കിട്ടിയ ഏറ്റവും വലിയ നമ്പർ ഓഫ് വോട്ട്സാണ് ഇപ്പോൾ കിട്ടിയത്. ഇപ്പോഴത്തെ ഇലക്ഷനിൽ 2024 മലപ്പുറത്ത് നിന്ന് 85,361 വോട്ടുകളാണ് നമുക്ക് കിട്ടിയത്. അത് കഴിഞ്ഞ ഇലക്ഷനേക്കാൾ ഏതാണ്ട് 16,500 വോട്ട് കൂടുതലുണ്ട്. അത് ഈ ബാലികേറ മലയിൽ നിന്ന് പിടിച്ചെടുക്കാൻ വേണ്ടി എനിക്ക് വോട്ട് ചെയ്ത നാട്ടുകാരോട് നന്ദിയുണ്ട്. എനിക്ക് വേണ്ടി പ്രവർത്തിച്ച BJPയുടെ ലോക്കൽ ടീം അംഗങ്ങളെയും NDAയുടെ ടീം അംഗങ്ങൾക്ക് അവരോട് നന്ദിയുണ്ട്. ഇവിടുത്തെ മീഡിയയോട് എനിക്ക് വലിയ നന്ദിയുണ്ട്. ഇപ്പോൾ മറ്റൊരു കാര്യം, ഇവിടുന്ന് ജയിച്ചു പോകുന്ന എംപിമാർ കൃത്യമായിട്ടൊന്നും ഈ മലപ്പുറത്തിന് വേണ്ടി ചെയ്യുന്നില്ല എന്നുള്ളൊരു ആരോപണം ആദ്യഘട്ടത്തിൽ തന്നെ ഉന്നയിക്കുകയുണ്ടായി. എന്താണ് അവരോടൊക്കെ പറയാനുള്ളത്? ഇത് എനിക്ക് വളരെ എൻ്റെ മനസ്സിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ 4 കൊല്ലം മലപ്പുറത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായി വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇവിടെ വന്ന് മലപ്പുറത്തിൻ്റെ ഒരു MP ആയിട്ട് കണ്ടസ്റ്റ് ചെയ്തു. മലപ്പുറത്തെ ഈ പോപ്പുലേഷനും ഡെമോഗ്രാഫിയും എല്ലാം ഒക്കെ ഒന്ന് പഠിച്ചു. മലപ്പുറവുമായിട്ട് എനിക്കൊരു പ്രത്യേക ബന്ധമുണ്ടായി. മലപ്പുറത്തെ ഡോമിനൻ്റ് കക്ഷിയായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനോട് എനിക്ക് പ്രത്യേകം നന്ദിയും സ്നേഹവും ഒക്കെ ഉള്ള ഒരു ബന്ധം, നമുക്ക് പഴയ ബന്ധമുണ്ട്. എന്നാൽ പൊളിറ്റിക്കലി എനിക്ക് അവർക്ക് എഗൻസ്റ്റായിട്ട് മത്സരിക്കേണ്ടി വന്നു. മലപ്പുറത്തെ ജനങ്ങളുടെ നന്മയെപ്പറ്റി എനിക്കറിയാം, മലപ്പുറത്തിൻ്റെ ഡെഫിഷ്യൻസീസ് എനിക്കറിയാം. ഇതൊക്കെ വെച്ചിട്ട് എനിക്ക് ഇവിടെ നിന്ന് സ്ഥിരം പോകുന്ന IUML പാർട്ടിയോടും, അത് കഴിഞ്ഞ 18 MPമാരിൽ 17 പ്രാവശ്യവും അല്ലെ 19 ഇത് 19 18 പ്രാവശ്യവും പോയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ MPമാരോടും ഓർമ്മപ്പെടുത്താനുള്ള, പറയാനല്ല, അഡ്വൈസല്ല, ജസ്റ്റ് ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ 41 ലക്ഷം ആൾക്കാരെ റെപ്രസെൻ്റ് ചെയ്ത് 2 MPമാർ ഡൽഹിയിൽ പോയി കഴിഞ്ഞ് എന്നും പ്രതിപക്ഷത്ത് 5 കൊല്ലം 10 കൊല്ലം 15 കൊല്ലം ഇങ്ങനെ ഇരുന്നാൽ മതിയോ? ലീഡേഴ്സിന് ഡൽഹി പോയി അവരുടെ കാര്യങ്ങൾ സാധിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പണക്കാരന് ഡൽഹി പോയി പൈസ കൊടുത്ത് കാര്യങ്ങൾ സാധിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ പാവപ്പെട്ടവൻ, സാധാരണക്കാരൻ, ഈ 41 ലക്ഷത്തിൽ 40 ലക്ഷം പേര് അവരെവിടെ പോകും? അവരെ നിങ്ങളുടെ അടുത്ത് വന്നാൽ നിങ്ങൾക്ക് അവരെ സഹായിക്കുന്നതിൻ്റെ പരിമിതികളെപ്പറ്റി നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. ആ സാഹചര്യത്തിൽ മലപ്പുറത്തെ സാധാരണക്കാരനോട് നീതി പുലർത്തണമെങ്കിൽ, കഴിയുമെങ്കിൽ നിങ്ങൾ പവർ ഷെയർ ചെയ്യുന്നൊരു മെക്കാനിസത്തിലേക്ക് മാറുന്നതിനെപ്പറ്റി ചിന്തിക്കുകയും അതിൻ്റെ വേണ്ട നടപടികൾ ചെയ്യുന്നതും അനുയോജ്യമല്ലേ? അത് ചെയ്യണ്ടേ? അത് ചെയ്യാതെ ഇത്രയും കാലം ഇവിടെയുള്ള മുസ്ലിങ്ങളായാലും അമുസ്ലിങ്ങളുമായുള്ള 40 ലക്ഷത്തോളം പാവപ്പെട്ടവരെന്ന് ഞാൻ പറഞ്ഞത് പണക്കാരെയും ലീഡേഴ്സിനെയും ഒഴിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അവരോട് എങ്ങനെ നീതി പുലർത്തും? അതുകൊണ്ട് എനിക്ക് അവരോട് സ്നേഹബുദ്ധിയ ഉപദേശമല്ല, ഓർമ്മപ്പെടുത്താനുള്ളത്, ഇറ്റ് ഈസ് ഹൈ ടൈം ഫോർ യു. സമയം കഴിഞ്ഞിരിക്കുന്നു, നിങ്ങൾ ആലോചിക്കണം. ഡൽഹിയിൽ പവർ കൈകാര്യം ചെയ്യുന്ന മുന്നണി, ഇന്ത്യ മുന്നണിയിൽ നിങ്ങളുണ്ട്. അതിൽ നിങ്ങൾ നിന്നാൽ നിങ്ങളുടെ ഈ പറഞ്ഞ കാര്യം നടക്കുമോ? എനിക്ക് തോന്നുന്നു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് NDAയിൽ അലൈയായി ജോയിൻ ചെയ്തുകൊണ്ട്, പവർ ഷെയർ ചെയ്തുകൊണ്ട് മലപ്പുറത്തെ ജില്ലയിലെ ഈ പറഞ്ഞ 40 ലക്ഷം ജനങ്ങൾക്ക് കൂടി, അല്ലെങ്കിൽ മൊത്തം 41 ലക്ഷം ജനങ്ങൾക്കും നീതി ഉറപ്പാക്കാൻ, സേവനം ഉറപ്പാക്കാനുള്ള രീതിയിൽ നിങ്ങൾ മാറി ചിന്തിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും BJPക്ക് വലിയ മുന്നേറ്റമാണ് മലപ്പുറം ജില്ലയിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത്. മലപ്പുറം ജില്ലയിലെ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലും കൃത്യമായിട്ടുള്ള മുന്നേറ്റം BJP നടത്തിയിട്ടുണ്ട്. കൃഷ്ണകുമാറിനൊപ്പം വി. സോമകൃഷ്ണ, ജനം.